Problem 1. Using the method of reduction of order, solve the differential equation t square y double dash minus 5t y dash plus 9y is equal to 0 where t greater than 0 given that y is equal to t cube is a solution. Okay. നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുമാതിരി നമുക്കിവിടെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഒരു സൊല്യൂഷൻ y is equal to t cube എന്ന് പറയുന്നതാണ് ഒരു സൊല്യൂഷൻ എന്നെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ y is equal to t cube നമ്മൾ y1 is equal to t cube എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൊല്യൂഷൻ എഴുതാം. y2നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ അതായത് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എങ്ങനെയാണോ പറഞ്ഞത് അതേ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ. അതിന് മുന്നേ ഒരു കാര്യം, ഇവിടെ നമുക്ക് ഗിവൺ ഇൻ്റർവൽ ഒരു ഐൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഗിവൺ ഇൻ്റർവൽ ഏതാണ്? t greater than 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, എന്താണ് t greater than 0 തരാനുള്ള കാരണം എന്ന്. ഇപ്പോൾ t ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? y is equal to t cube ആവും. ഇപ്പോൾ y is equal to t cube എന്ന് പറയുന്നത് y is equal to 0 ക്യൂബ്. അപ്പോൾ അതെന്തായിട്ട് മാറും? y is equal to 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ പഠിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു വൈ ബി എ, അതായത് ആ y1 എന്ന് പറയുന്നത് ബി എ നോൺ സീറോ സൊല്യൂഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ t greater than 0 എന്ന് നമുക്ക് ഉള്ളത്. ഓക്കെ. നിങ്ങൾ ആൻസർ ചെയ്ത് എഴുതുമ്പോൾ എക്സാമിന് ആൻസർ ചെയ്ത് എഴുതുമ്പോൾ ഗിവൺ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടി സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 5t y ഡാഷ് പ്ലസ് 9y ഈസ് ഈക്വൽ ടു 0 വേർ t ഗ്രേറ്റർ ദാൻ 0 എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ എഴുതണം. വേർ t ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഗിവൺ ദാറ്റ് ലെറ്റ് y1 ഈസ് ഈക്വൽ ടു t ക്യൂബ് എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തു y1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു t ക്യൂബ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. y2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഏതാണ്? uy1 എന്ന് പറയുന്നതാണ്. അപ്പം നമ്മുടെ y1ന് പകരം t ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? u ഇൻറ്റു t ക്യൂബ് എന്ന് വരും. വേർ u എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ ഓഫ് t ആണ് അല്ലേ. u എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് t ആണ് എന്നാണ്. അപ്പോൾ ബി ദ സെക്കൻഡ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് നമുക്ക് y1 is equal to t ക്യൂബ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ അടുത്ത സൊല്യൂഷൻ എടുക്കുകയാണ്. നമുക്ക് അറിയില്ല എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എടുക്കുകയാണ് y2 is equal to uy1 എന്ന് പറയുന്നത്. വേർ y1 എന്ന് പറയുന്നത് t ക്യൂബ് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? u t ക്യൂബ് എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്ന അതായത് അടുത്ത സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അടുത്ത സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്കത് y2 ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. y2 ഡാഷ് കണ്ടുപിടിക്കാം. y2 ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് y2 is equal to എന്താണ്? u t ക്യൂബ് ആണ്. അപ്പോൾ y2 ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? y2 ഡാഷ് is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ u ഇൻറ്റു 3t സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ t ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ u ഡാഷ്. ഓക്കെ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? t ക്യൂബ് ഇൻറ്റു u ഡാഷ് പ്ലസ് 3t സ്ക്വയർ ഇൻറ്റു u എന്ന് നമ്മൾ എഴുതി. ഇനി അതേമാതിരി തന്നെ നമ്മുടെ y2 ഡാഷ് ഏതായിരുന്നു? t ക്യൂബ് ഇൻറ്റു u ഡാഷ് പ്ലസ് 3t സ്ക്വയർ ഇൻറ്റു u എന്നല്ലേ. അതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ y2 ഡബിൾ ഡാഷ് is equal to ഇതിൽ ഓരോ ടേമിന് ഫസ്റ്റ് ടേമിന് എടുത്തു അതിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ t ക്യൂബ് ഇൻറ്റു u ഡബിൾ ഡാഷ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതായിരുന്നു? u ഡാഷ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ 3t സ്ക്വയർ ഒന്ന് വന്നു. ഇനി അതേമാതിരി തന്നെ 3t സ്ക്വയർ ഒരു ഫംഗ്ഷനും ഫസ്റ്റ് ഫംഗ്ഷനും u സെക്കൻഡ് ഫംഗ്ഷനും എടുത്ത് നമ്മൾ അത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3t സ്ക്വയർ u ഡാഷ് പ്ലസ് u ഇൻറ്റു 3 ഇൻറ്റു 2t എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് t ക്യൂബ് u ഡബിൾ ഡാഷ് അത് അങ്ങനെ തന്നെ എഴുതി. കാരണം u ഡബിൾ ഡാഷിൻ്റെ ടേം അത് മാത്രമേ ഉള്ളൂ. സോ അതങ്ങനെ എഴുതി. ഇനി നമ്മൾ u ഡാഷിൻ്റെ ടേംസ് ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു u ഡാഷിൻ്റെ ടേം ഇതാണ്ട്. അതേമാതിരി തന്നെ ഇവിടെയും വേറൊരു u ഡാഷിൻ്റെ ടേം ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും?
3t സ്ക്വയർ യു ഡാഷ് പ്ലസ് 3t സ്ക്വയർ യു ഡാഷ് എന്ന് വരുമ്പോൾ 6t സ്ക്വയർ യു ഡാഷ് എന്ന് കിട്ടി. ഇനി ബാക്കി 3 ഇൻറ്റു 2 ഇൻറ്റു യു ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ എന്ത് വരും 6t യു എന്ന് കിട്ടി. സോ നമുക്ക് y2 ഡബിൾ ഡാഷ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി y2 എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ y2 സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി സ്ക്വയർ y2 ഡബിൾ ഡാഷ് മൈനസ് 5t ഇൻറ്റു y2 ഡാഷ് പ്ലസ് 9y2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത y2 ഡാഷും y2 ഡബിൾ ഡാഷും y2 ഡാഷും ഒക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? ടി സ്ക്വയർ ഇൻറ്റു y2 ഡാഷിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, മൈനസ് 5t ഇൻറ്റു y2 ഡാഷ് എന്തായിരുന്നു കിട്ടിയത്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, പ്ലസ് 9 ഇൻറ്റു y2 എന്ന് പറയുന്നത് നമ്മൾ ഏതായിരുന്നു കൊടുത്തായിരുന്നത്? ടി ക്യൂബ് യു എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടി റൈസ് ടു 5. ഇനി അതേമാതിരി തന്നെ ടി സ്ക്വയർ ഇൻറ്റു 6t സ്ക്വയർ യു ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 6t പവർ 4 യു ഡാഷ്. ഇനി അടുത്തത് ടി സ്ക്വയർ ഇൻറ്റു 6t യു എന്ന് പറയുമ്പോൾ എന്ത് വരും? 6t ക്യൂബ് യു എന്ന് പറയും. ഇനി നമ്മൾ മൈനസ് 5t കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് 5t ഇൻറ്റു ടി ക്യൂബ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് 5t പവർ 4 ഇൻറ്റു യു ഡാഷ്. പിന്നെ വീണ്ടും മൈനസ് 5t ഇൻറ്റു 3t സ്ക്വയർ യു എന്ന് പറയുമ്പോൾ മൈനസ് 15t ക്യൂബ് യു എന്ന് കിട്ടി. അതാണ് അടുത്ത ടേം. ദെൻ പ്ലസ് ഈ ഒരു ടേം നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതി, ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്യാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് തരുമ്പോൾ ടി റേസ് ടു 5 യു ഡബിൾ ഡാഷ് എഴുതി, അതങ്ങനെ തന്നെ എഴുതി. പിന്നെ യു ഡാഷിൻ്റെ ടേംസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ യു ഡാഷിൻ്റെ ടേംസ് ഏതൊക്കെയാണ്? ഈ രണ്ട് ടേംസ് ആണ്. അപ്പോൾ 6t പവർ 4 യു ഡാഷ് മൈനസ് 5t പവർ 4 യു ഡാഷ്. അപ്പോൾ ഇനി ബാക്കി അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ടി പവർ യു ഡാഷ് എന്ന്, ടി പവർ 4 ഇൻറ്റു യു ഡാഷ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ യുവിൻ്റെ ടേംസ് ഒക്കെ പടെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 6t ക്യൂബ് യു ഉണ്ട്, അതുമാതിരി തന്നെ ഇവിടെ ഒരു 9t ക്യൂബ് യു ഉണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 15t ക്യൂബ് ഇൻറ്റു യു എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു മൈനസ് ടി ക്യൂബ് യു ഉണ്ട്, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? അത് രണ്ടും കൂടി ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കിയുള്ള ഈ ടേം ഒക്കെ പാട് എന്തായിട്ട് മാറും? ക്യാൻസൽ ചെയ്ത് പോകും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും? ടി പവർ 5 യു ഡബിൾ ഡാഷ് പ്ലസ് ടി പവർ 4 ഇൻറ്റു യു ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടി പവർ 5 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്താ ചെയ്യുന്നത്? ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്ത് വരും? ഈ ഒരു ടി പവർ 5ഉം ടി പവർ 5 കൂടിയും പോവും. പിന്നെ ടി പവർ 4 ഡിവൈഡഡ് ബൈ ടി പവർ 5 ഇൻറ്റു യു ഡാഷ് ആയിരിക്കും. ഇപ്പോൾ 4ഉം പോയിട്ട് ബാക്കി ഒരു ടി ഉണ്ടാവും. സോ ഇത് എന്തായിട്ട് മാറി? യു ഡബിൾ ഡാഷ് പ്ലസ് 1/t യു ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറി അവിടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ലെറ്റർ യു ഡാഷിന് പകരം ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് യു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ യു ഡാഷ് ഇസ് ഈക്വൽ ടു ഒരു കെയോ അല്ലെങ്കിൽ ഒരു വൈയോ, വേണ്ട വൈ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. യു ഡാഷിന് പകരം വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ യു ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു യു കൊടുത്തു കഴിഞ്ഞാൽ യു ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്തായിട്ട് മാറും? യു ഡാഷ് എന്ന് വരും അല്ലേ. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഇക്വേഷനിൽ? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? യു ഡാഷ് പ്ലസ് 1/t യു ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ഇതിന് നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ ലിനിയർ ഇക്വേഷനിലേക്ക് എത്തി. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? വേരിയബിൾ സെപ്പറബിൾ ചെയ്യാണ്. വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി du/dt ഈസ് ഈക്വൽ ടു മൈനസ് 1/t ഇൻറ്റു യു എന്ന് പറയുന്നത്. ഇപ്പോൾ ടീൻ്റെ ടേംസിനൊക്കെ ഒരു പുറത്തേക്ക് ആക്കുക, യുവിൻ്റെ ടേംസിനൊക്കെ ഒരു പുറത്തേക്ക് ആക്കുക. അപ്പോൾ എന്ത് വരും? du/u ഈസ് ഈക്വൽ ടു മൈനസ് 1/t dt എന്ന് പറയും. അതിനെ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബോത്ത് സൈഡ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ du ഡിവൈഡഡ് ബൈ യു മൈനസ് ഇൻ്റഗ്രൽ dt ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 1/u ഇൻറ്റു du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ലോഗ് മോഡ് യു. അതുമാതിരി തന്നെ ഇൻ്റഗ്രൽ 1/t dt എന്ന് പറഞ്ഞാൽ എന്ത് വരും? ln മോഡ് ടി എന്ന് പറയും. പിന്നെ ഇവിടുത്തെ ഒരു മൈനസ് ഉണ്ട്. സോ ഇവിടെ മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിനെന്ന് ഈ മൈനസ് ln ലോഗ് ടീനെ ഞാൻ ആ LHSലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ലോഗ് മോഡ് യു പ്ലസ് ലോഗ് മോഡ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുത്തത്. എന്താ അവിടെ 0 എടുത്ത്? ഞാൻ ഇൻ പെർട്ടിക്കുലറായിട്ട് സി ഏത് വാല്യൂം വരാമല്ലോ. അപ്പം നമുക്ക് കമ്പ്യൂട്ടേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സി എന്ന് പറയുന്നതിന് 0 എന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്.
അപ്പം നമുക്ക് എന്ത് കിട്ടി? ലോഗ് മോഡ് യു പ്ലസ് ലോഗ് മോഡ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ലോഗ് എ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ? സോ അത് റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? ലോഗ് മോഡ് യു ടി വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സും എക്സ്പോണൻഷ്യൽസ് എടുക്കാം. എക്സ്പോണൻഷ്യൽസ് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇ പവർ എൽ എൻ യു ടി ഈസ് ഈക്വൽ ടു ഇ പവർ 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെൻഷ്യലും ലോഗരിതമോടും ക്യാൻസൽ ആയിട്ട് പോയിട്ട് യു ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഇ പവർ 0 എന്ന് വരും. ഇവിടെ ഇ പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് വരും? യു ടി ഈസ് ഈക്വൽ ടു 1 വന്നു. ഇതിൽ നിന്ന് നമുക്ക് യു ഈസ് ഈക്വൽ ടു എന്ത് എടുക്കാം? യു ഈസ് ഈക്വൽ ടു 1/t എന്ന് എഴുതാൻ പറ്റും. അതായത് യു ടി ഈസ് ഈക്വൽ ടു 1 ആ കിട്ടിയത്. ഇപ്പോൾ യുവിന് ഇവിടെ നിർത്തിയിട്ട് ടീന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യു ഈസ് ഈക്വൽ ടു 1/t എന്ന് കിട്ടി. നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യു ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് എന്താ വേണ്ടത്? സ്മാൾ ലെറ്റർ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്മാൾ ലെറ്റർ യു ഡാഷ് ഇസ് ഈക്വൽ ടു ആയിരുന്നു യു വന്നിരുന്നത്. ഇപ്പോൾ ബോത്ത് സൈഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ യു ഡി ടി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രൽ യു ഡി ടി കാണുക. ഇൻറ്റഗ്രൽ യു ഡി ടി ഈസ് ഈക്വൽ ടു യുവിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? 1/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇൻറ്റഗ്രൽ 1/t ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ടി എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ലോഗ് മോഡ് ടി എന്ന് കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി y2 എഴുതിക്കോടെ. y2 is equal to നമ്മൾ എന്താ എടുത്തായിരുന്നത്? u ഇൻറ്റു y1. ഇവിടുത്തെ y1 എന്തായിരുന്നു? ടി ക്യൂബ് ആയിരുന്നു. ഇനി നമുക്കിവിടെ യുവിന് എന്തുകൂടി കിട്ടിയിട്ടുണ്ട്? ലോഗ് മോഡ് ടി എന്ന് കിട്ടിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് y2 is equal to എന്ത് കിട്ടി? ടി ക്യൂബ് ഇൻറ്റു ലോഗ് മോഡ് ടി എന്ന് കിട്ടി അല്ലേ. എന്താ കിട്ടിയത്? y2 is equal to ടി ക്യൂബ് ഇൻറ്റു ലോഗ് മോഡ് ടി എന്ന് നമുക്ക് കിട്ടിപ്പോയി. ഇപ്പോൾ നമ്മുടെ y2 എന്ന് പറയുന്നത് അടുത്ത സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആയിരുന്നു അല്ലേ. y1 is equal to ടി ക്യൂബ് എന്ന് പറയുന്നതും അതേമാതിരി തന്നെ y2 is equal to ടി ക്യൂബ് ഇൻറ്റു ലോഗ് മോഡ് ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ് കിട്ടിയിരുന്നത്. നമുക്ക് ഇത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതുക തന്നെ വേണം. സോ ജനറൽ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? y is equal to c1y1 plus c2y2 എന്ന് എഴുതിക്കുക അല്ലേ. അതായത് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഈ കേസിൽ, അതായത് ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് c1y1 പ്ലസ് c2y2. അപ്പോൾ ഇവിടുത്തെ y1 ഏതായിരുന്നു? ടി ക്യൂബ്. അപ്പോൾ c1 ടി ക്യൂബ് പ്ലസ് c2 ടി ക്യൂബ് ഇൻറ്റു ലോഗ് മോഡ് ടി. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ ആ ടി ക്യൂബിനെ ഒന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ടി ക്യൂബ് ഇൻറ്റു c1 പ്ലസ് c2 ln മോഡ് ടി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ പറയുന്നത് y is equal to c1y1 plus c2y2. അവിടെ y1നും y2നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഞാൻ നിങ്ങളോട് അടുത്തൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ പറയുന്ന സമയത്ത് ഞാൻ അടുത്തൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ y2 is equal to y1 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സൊല്യൂഷൻ y1 is equal to നമുക്ക് ഇവിടെ എന്തായിരുന്നു? ടി ക്യൂബ് ആയിരുന്നു അല്ലേ. ഇനി അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ y2 is equal to നമ്മൾ ലാസ്റ്റ് ഫൈനൽ എഴുതി വെച്ചിരുന്നു y1 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/y1 സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് നമ്മൾ എഴുതിയായിരുന്നു. പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഒരു ഡി ടി കൂടി ഉണ്ട് അല്ലേ. ഇൻറ്റു ഡി ടി എന്ന് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ മുന്നേ. അതായത് ലാസ്റ്റ് നമ്മൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡറിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ y2 is equal to y1 ഇൻറ്റഗ്രൽ 1/y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് സോൾവ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? y1ന് പകരം ടി ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y1 സ്ക്വയറിന് പകരം ടി ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ പി ഓഫ് ടി തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് എഴുതിയിട്ട് അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു അടുത്തൊരു മെത്തേഡ് എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: ടി സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് പ്ലസ് അല്ല മൈനസ് 5t y ഡാഷ്
പ്ലസ് 9y ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. ഇപ്പോൾ ഈ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്തൊക്കെ ആക്കണം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പി ഓഫ് ടിയും ക്യൂ ഓഫ് ടി. അല്ലാതെ നമ്മൾ ഇവിടുത്തെ പി ഓഫ് ടി ഡയറക്റ്റ് ആയിട്ട് 5t ആണ് -5t ആണെന്ന് എഴുതി വെക്കരുത്. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് t² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, y ഡബിൾ ഡാഷ് -5/t y ഡാഷ് പ്ലസ് 9 divided by t² is equal to t² by t² is equal to 0 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് വേണം പി ഓഫ് ടി എടുക്കാൻ. പി ഓഫ് ടി എന്ന് പറയുന്നത് ഏതായിരിക്കും, -5/t അല്ലേ. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ, y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആക്കിയിട്ട് മാറ്റുക. അങ്ങനെ 1 ആക്കിയിട്ട് മാറ്റുക എന്ന് പറയുന്നത്, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി y is equal to 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ പി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ -5/t. ഇപ്പോൾ അല്ലാതെ -5t അല്ല, -5/t ആണ് ഇവിടുത്തെ പി ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ y2 എന്തായിരിക്കും എന്ന് ഞാൻ ഇക്വേഷൻ പറഞ്ഞു തരാം. ബാക്കി സോൾവ് ചെയ്യലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. y2 ഈസ് ഈക്വൽ ടു y2 is equal to y ഇൻറ്റു എന്നാണ്, y1 ഇൻറ്റു എന്നാണ് അല്ലേ. യെസ്, y2 is equal to y1 ഇൻറ്റു ഇൻ്റഗ്രൽ 1/y1² e പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഇൻറ്റു ഡി ടി, പിന്നെ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഡി ടി കൂടി അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ y2 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, t³ ഇൻറ്റു ഇൻ്റഗ്രൽ 1/t³ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, t പവർ 6 എന്ന് വരും. t പവർ 6 ഇൻറ്റു ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ, ഇവിടുത്തെ പി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, -5/t dt ഇൻറ്റു ഡി ടി എന്നായിരുന്നു വരിക. ഇനി ഇത് അങ്ങോട്ട് സോൾവ് ചെയ്യാം. സാധാ ഇൻ്റഗ്രേഷനൊക്കെ നമുക്ക് അറിയണമല്ലേ. അപ്പോൾ അത് അങ്ങോട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y2 is equal to അവസാനം എന്ത് കിട്ടണം, അതായത് t³ ഇൻറ്റു ln mod t എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതായിരുന്നു അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ആ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്തിലോട്ട് മാറ്റണം, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം. എപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, മറ്റേ ഇക്വേഷൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ y2 is equal to y1 ഇൻറ്റു ഇൻ്റഗ്രൽ y1² ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം. മറ്റേത് നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യകത ഇല്ല. ഓക്കെ, ഇത്രയാണ് ഇവിടെ ഉണ്ടായിരുന്നത്.